ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ നല്ല കറക്റ്റായിട്ട് ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട്. തീർക്കാന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ എനിക്ക് 25 വർഷമായിട്ട് ഈ കുടുംബമായിട്ട് വളരെ അടുത്ത അപ്പം ഇത് ഇവരുടെ രണ്ടാമത്തെ കല്യാണമാണ് രണ്ടുപേരുടെ. അപ്പൊ ഈ അമ്മയ്ക്ക് ഹസ്ബൻഡ് പരിചയമായിട്ട് വർഷങ്ങളായി. അമ്മ വളരെ ഈ പറയുന്നത് അറിയാമല്ലോ, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് സഫർ ചെയ്ത് മാനെ വളർത്തി. അപ്പം ഈ രണ്ടാമത്തെ വിവാഹം 2 കുട്ടികളായി. ഈ സ്ത്രീ എന്ന് പറഞ്ഞ ഒരു ഈ മഞ്ജുമോൾ തോമസ്. അപ്പോൾ പലതവണയും ഒരു വീടെന്നുള്ള രീതിയിൽ പല ഇഷ്യൂസ് ഉണ്ടാകുമെങ്കിലും ഇവർ എല്ലാ ആളുകളും ഞാനിവിടെ പല ആൾക്കാരും ഇടപെട്ടതിനകത്തുനിന്ന് ഒരു കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടെ പറയാൻ വെച്ച് കഴിഞ്ഞാൽ വീട്ടു ജോലി ചെയ്യുന്നതിനും വീട് വൃത്തിയാക്കാനും അമ്മയുടെ കാര്യങ്ങൾ നോക്കാനും ജോലിക്ക് ആളുണ്ട്. ഇവർക്ക് പ്രത്യേകം കാറ് വേണമെന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക് വേഗം കാറ് വാങ്ങിച്ചു കൊടുത്ത് വേറെ കാർ അവിടെ കിടക്കുന്നു. ഈ ഇത്രയുള്ള സാഹചര്യങ്ങളിലേക്ക് ഇവരുടെ ഇന്ന് സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞു. 1 രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് അവർക്കും കോടികളുടെ ആശയമുണ്ട്, ഇവർക്കും ഉണ്ട്. ഈ സാഹചര്യം എല്ലാം നിൽക്കുമ്പോൾ ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാവുന്നില്ല. അതിൽ ഞാൻ അവസാനം കണ്ടെത്തിയ ഒരു കൺക്ലൂഷനാണ് ഈ പറഞ്ഞ സ്വഭാവ വൈകൃതം. മെൻ്റൽ അല്ല, സ്ത്രീ മെൻ്റൽ അല്ല, WMAക്കാരാണ്. അവർ ഫിസിക്കലി ഫിറ്റാണ്, എല്ലാ കാര്യങ്ങളും അറിയാം അവർക്ക്. അവർ വെൽ പ്ലാൻഡ് ആണ്, ക്രിമിനലാണ്. ഞാനിത് പറയുന്നത് എനിക്ക് അവരുടെ വ്യക്തിപരമായൊന്നുമില്ല. അപ്പോൾ ഏറ്റവും അവസാനം ഈ പറയുന്ന പോലെ ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞു. ഇതൊന്നും ഇവിടെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. സ്ഥിരം ഇതുപോലുള്ള ഒരുപാട് ചെറിയ സംഭവങ്ങൾ സംഭവിച്ച് ഞാൻ പറയില്ലേ, എന്തെങ്കിലും ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ഇവർ നേരെ വനിതാ കമ്മീഷനെ വിളിക്കുക. അപ്പം നമ്മൾ ദേശീയ വനിതാ കമ്മീഷനെ വിളിക്കുക. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുവാ, അവരുടെ ഇന്റൻഷൻ. നമ്മളൊരു ആക്ഷൻ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം, ഞാനിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശമാണല്ലോ പ്രധാനം. പറഞ്ഞാൽ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്. അത് കൂടുതൽ ചിത്രം വ്യക്തമായത് ഈ അടുത്ത സമയങ്ങളിലാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ ഹസ്ബൻഡിനെ പുറത്താക്കി കഥ അടച്ചു. അതല്ല, ഇവരുടെ ക്രൂവൽറ്റി കാരണം ഒരുപാട് തൂങ്ങി മരിക്കാൻ കയറി. മുമ്പൊരിക്കണ കത്തി കാലം എടുത്തെറിഞ്ഞ് ഞരമ്പ് കട്ടായി, ബ്ലഡ് ഒരുപാട് പോയി, BP ലോയ മരണപ്പെടേണ്ടായിരുന്നു. ഇതെല്ലാം രാത്രി സംഭവിക്കും. ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഫോർക്ക് എടുത്ത് കയ്യെ കുത്തി ഇറക്കി, കയ്യെ കുത്തി പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. ഇതൊക്കെ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അവസാനം പോലീസ് ഇടപെട്ടിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞില്ലേ, പോലീസ് ഇടപെടുമ്പോഴും ഒരു ഫാമിലി തകർക്കാനല്ലല്ലോ എല്ലാവരും നോക്കുന്നത്. നമ്മളിപ്പോഴും ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ച് നമ്മളെന്തോ ചെയ്യുന്നത്? നമ്മൾ പേ പിടിച്ച് അതിനെ ചികിത്സിച്ചെങ്കിൽ ഭേദം വാങ്ങി ചികിത്സ, അല്ലെങ്കിൽ അതിന്റെ അടുത്ത നടപടികളിലേക്ക് പോകണം. ഇപ്പൊ ഈ പറഞ്ഞ പോലീസിന്റെ കാര്യം പറഞ്ഞു. പോലീസിനെ ആരും ഈ പറയുന്നത് കുറ്റപ്പെടുന്നത് ശരിയല്ല. പോലീസ് എന്ന് പറയുന്ന നാട്ടിലെ ഒരു സിസ്റ്റമാണ്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാലോ, നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ നമ്മൾ ഉപയോഗിക്കുക, അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ റീഫ്രഷ് ചെയ്ത് അതുപോലെ ഷട്ട് ഡൗൺ ചെയ്ത് ആ സിസ്റ്റം ഉണ്ട്. അതുപോലൊരു സിസ്റ്റമാണ് പോലീസിങ്. അപ്പം ഈ തൊട്ടേനും പിടിച്ചതിനും ഈ മാന്തി പിടിച്ചതെന്ന് പറഞ്ഞ് പോലീസിനെ പിടിച്ചാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടപ്പോൾ എന്നെ പോലെ അല്ലെങ്കിൽ ഇതേപോലെ പൊതുപ്രവർത്തകരെ പോലെ ആളുകൾ ഇടപെട്ട് അത് പരിഹരിക്കുന്നത്. അങ്ങനെ പരിഹരിച്ച് പോകുന്നതിന് വരാൻ എപ്പോഴും പോലീസിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക. ഇത് ഈ കുടുംബം തന്നെ ഒരു അനാവശ്യമായ ഒരു ആഴ്ച 100 കണക്ക് തവണ പോലീസിനെ ബന്ധപ്പെട്ട് അവർക്ക് തലവേദനയായിരിക്കുക. അപ്പം നമ്മൾ അവിടുത്തെ പറയുമ്പോഴും ഈ സ്ത്രീ, ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പയ്യനെ പ്രകോപനപ്പെടുത്തി അനാവശ്യമായിട്ട് അവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ രഹസ്യമായിട്ട് ഇവിടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇവനെ ഭീകരവാദിയായിട്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കുകയായി. ഇതെല്ലാം വ്യക്തമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ പിന്നെ അക്രമത്തിലേക്ക് അവൾ കൂടുതൽ കടന്ന് ഈ തള്ളയും മാനെ ആ പയ്യന്റെ ഡ്രസ് അടിച്ചു നോക്കണം. ദേഹം മൊത്തം പരിക്കുകളും പാടുകളുമാണ്. തിരിച്ച് ആ സ്ത്രീയുടെ നോക്കണം, ഒരു പാടില്ല. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ ഇന്ന് അവനപ്പോ ജയിലിൽ പോയി കിടന്നേനെ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലയോ, ഇവനെ ഞാനിവിടെ രാത്രി കിടന്ന 10 മണി കഴിഞ്ഞപ്പോൾ വീടിനെ പുറത്താക്കിയിട്ട് അവന്റെ അമ്മയുടെ പേരിരിക്കുന്ന വീടാണ്. സ്ത്രീയെ അല്ല പുറത്താക്കിയത്, ഭർത്താവിനെ പുറത്താക്കിയിട്ട് ഭാര്യ കഥ കടച്ചിട്ട് അവന്റെ ഡ്രസ്സും കിടക്കുന്ന മെത്തയും എല്ലാം വാരി വെളിയിൽ കളഞ്ഞിട്ട്. അപ്പം എനിക്ക് അത്രയും സ്വാതന്ത്ര്യമായിട്ട് ഞാൻ പറഞ്ഞിട്ട് പോലും കേട്ടില്ല, കഥ ഉറക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ചീത്ത നമുക്ക് നിങ്ങൾക്ക് ഊഹിച്ചാണ് ഒരു സ്ത്രീ പറയുന്നത്, ഊഹിക്കുന്നതിന് അപ്പുറത്ത് അവർ പറഞ്ഞത്. അതിനുശേഷം പിന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയത്തിലേക്ക് വന്ന ഈ വീഡിയോയിലേക്ക് ഇവിടെ ഈ സംഭവം ഇവിടെ അങ്ങോട്ട് തള്ളി അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് TV കാണണ്ട. ഞങ്ങൾ രണ്ടും അവിടെ നിൽക്കുകയാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞേ, അന്യപുരുഷനായ ഞാൻ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ ഉടുവസ്ത്രം പൊക്കി കാണിക്കണമെങ്കിൽ അവരുടെ സംസ്കാരം ടീച്ചറാണ്, WMAക്കാരിയാണ്. പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഹോളിട്രിനിറ്റി സ്കൂളിൽ നിന്ന് അവരുടെ സംസ്കാരം അല്ല പ്രവൃത്തി കൊണ്ട് അവിടുന്ന് പുറത്താക്കി. ഏത് ക്ലാസ്സിലെ വിദ്യാർത്ഥികളൊക്കെ പഠിപ്പിക്കുന്നത് അവിടെ നിന്ന് എന്തായാലും പുറത്താക്കി. ഇപ്പൊ രണ്ടാമത് അതിനുശേഷം ഇത് 2 ജോലിയും ഈ ഹസ്ബൻഡ് വാങ്ങിച്ചു കൊടുത്തതാണ്. രണ്ടാമത് ഈ ചവറയില് ലൂർദ് മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു. അപ്പൊ അവർ പുറത്താക്കിയെന്ന് പറയുന്നിട്ടു. അതിനുശേഷം അന്ന് ഉച്ചയ്ക്ക് അവന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ടോൺസിലൈറ്റിസിന്റെ പ്രശ്നമായിരുന്നു. ഇവിടെ പടപ്പനാലിൽ അടുത്ത് ലോറഷ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കൂടെ കാണുന്ന ഈ അമ്മയെ അടിച്ച് പുറത്താക്കി ചോരയൊലിപ്പിച്ചുകൊണ്ട് വെളിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിനകത്തോട് കയറാൻ പറ്റത്തില്ല. വീട് അവർ കുറ്റിയിട്ട് അവൾ കസ്റ്റഡി വെച്ചിരിക്കുകയാണ്. നമ്മൾ പോലീസിനെ ബന്ധപ്പെട്ട് കൃത്യമായ പോലീസ് ഇടപെടൽ നടത്തി അവർ വന്നു. നമ്മളവരെ ഹോസ്പിറ്റലൈസ് ചെയ്തു, കൃത്യമായി കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തു. പോലീസ് നിങ്ങൾ കണ്ടല്ലോ, FIR ഉണ്ടല്ലോ, അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല. എവിഡൻസും കൊടുത്തു, കൃത്യമായി മൊഴിയും കൊടുത്തു. കൃത്യമായ സെക്ഷൻ വന്നിട്ടുണ്ട്, 294B വന്നിട്ടുണ്ട്. നമ്മൾ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങളാണ്. ചീത്ത വിളിച്ചെന്ന് അവർ 294B ഇട്ടുണ്ട്, 323 ഇട്ടിട്ടുണ്ട് ദേഹം ഉപദ്രവിപ്പിച്ചതിന്. അത് കഠിനമായി പറഞ്ഞാൽ കൊല്ലണം ഉദ്ദേശത്തോടെ ചെയ്യാൻ 324 ഇട്ടിട്ടുണ്ട്. കൊല്ലാൻ ശ്രമിച്ചതിന് 308 ഇട്ടിട്ടുണ്ട്. നോൺ അവൈലബിൾ ആണോ? പിന്നെ ഇതില്ല പിന്നെന്തുവാ? അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആക്ട് 24 എല്ലായിടത്തും എടുത്ത് ഉപയോഗിക്കുന്നില്ല, ഇട്ടിട്ടുണ്ട്. 506 ഇട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതലൊക്കെ പിന്നെ എന്തോ വേണം? പോലീസ് കൃത്യമായ ആക്ഷൻ എടുത്തിട്ടുണ്ട്.
അവർക്ക് റിമാൻഡ് റിപ്പോർട്ട് എഴുതാണ്ട് ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അത് അടുത്ത ജുഡീഷ്യറി അതിന്റെ സിസ്റ്റം അവർ കൃത്യമായി ചെയ്തോളും. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ ഇപ്പൊ സംസാരിച്ചപ്പോൾ അവരുടെ സംസാരിച്ച വേറൊന്നും കൊണ്ടല്ല, നമ്മളെ സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുക. അവർ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സംസാരം, സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരിക്കുമ്പോഴാണ്. ഇതേപോലെ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യല്ല വേണ്ടുന്നത്, അവരെ പ്രത്യേകം തുറങ്കലിലടച്ച് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അക്രമകാരികളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്രമകാരിയെ ഡോഗ് ഉണ്ടല്ലോ വന്യമൃഗം ഉണ്ട് എന്ത് ചെയ്യുന്നത്, അതിനെ നമ്മൾ എപ്പോഴും തുറന്നു വിടത്തില്ല, അടച്ചിട്ട് ഇവിടെ ഒരു പട്ടി ഉണ്ടോ ലാബ്, അവനെ എന്നാൽ ഇപ്പോൾ തുറന്നു വിടാത്ത എന്താ, അവൻ ആരെങ്കിലും അപരിചിതരെ കടിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള സ്ത്രീകളെ എന്തിനാണ് അങ്ങനെ കൈകാര്യം ചെയ്യണം. ഇപ്പൊ കുട്ടികളുടെ കാര്യം പറഞ്ഞു, കുട്ടികളുടെ ഇമോഷൻ ആരും മുതലെടുക്കാൻ ഇതിനകത്ത് ശ്രമിച്ചാൽ നടക്കത്തില്ല. കാരണം ഇവർ ഇപ്പം തന്നെ ഓൾറെഡി ഞങ്ങൾ ചാറവാറിലെ അഡ്വക്കേറ്റ് സിദ്ധി മോഹൻ ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പം 3 ദിവസമായുള്ളൂ. ഇവരുടെ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഈ സ്ത്രീ തന്നെ അതിനുള്ള ഇതിനെല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു സൊല്യൂഷൻ അവർ ഉണ്ടാക്കി തന്നത്. ഇനിയിപ്പോൾ ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി എത്ര നാളുണ്ടെന്ന് അറിയത്തില്ല, അവർക്ക് സമാധാനമായിട്ട് ജീവിക്കണം. സമ്പത്തുണ്ട്, കാര്യങ്ങളുണ്ട്, വീട്ടിൽ ജോലിക്കാരുണ്ട്, അവരതിനെ വഴിക്ക് ചെയ്തോളും. ഇപ്പം അമ്മയും മകനെ ഉപദ്രവിക്കാൻ അവർ ഇങ്ങോട്ട് വരരുത്. ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീക്ക് എപ്പോഴാണ് ഡിവോഴ്സിന് എന്നുള്ളതിന് ഗ്രൗണ്ട് ഉണ്ട്, അതിൽ ഒരെണ്ണമാണല്ലോ ഈ ക്രൂവൽറ്റി, അത് അവർക്ക് കിട്ടിക്കോളും. ഇപ്പം മീഡിയ, ഞാൻ അമ്മമാരോട് അതുകൊണ്ടാണ് മീഡിയ ആയാലും ബാക്കിയുള്ള സിസ്റ്റം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇത്രയും പേര് ഇവിടെ വന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം നല്ല കാര്യത്തിന്, പക്ഷെ അതെല്ലാം പോസിറ്റീവുള്ള കാര്യത്തിനാണ്. അല്ല ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ പോസ്കോ കേസ് പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പോസ്കോ കേസ് ഫിറ്റ് ചെയ്യാൻ നോക്കി, നിങ്ങൾക്ക് അറിയാലോ അത് ആയിപ്പോയി, അതിന്റെ നടപടിയിലേക്ക് പോയി, അല്ലെങ്കിൽ മീഡിയ കവറേജ് വന്നാൽ പിന്നൊരിക്കലും അത് തിരിച്ചു വരെ എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യാതിരിക്കാനും അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതോറിറ്റികളൊന്നും ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ അവരെ എന്ന് പറഞ്ഞാൽ ഷീൽഡ് ഒരുക്കിക്കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ആവശ്യപ്പെട്ട കാര്യം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്താൽ തൊട്ടടുത്ത് അവർക്ക് 14 ദിവസം കഴിയുമ്പോൾ ജില്ലാ കോടതിയിൽ അവർക്ക് ബെയിലിന് മൂവ് ചെയ്യും. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം കുറച്ച് നാളകത്ത് നിൽക്കട്ടെ, ഇതിന്റെ ചാർജ് ഷീറ്റ് കൊടുക്കാൻ സമയമുണ്ടല്ലോ, കൊടുക്കട്ടെ, അന്ന് കുറച്ച് നാളെ കിടന്ന് മാനസാന്തരം വരട്ടെ, അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യമുണ്ട്, അവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്, കൊടുക്കട്ടെ. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇനി അവരെ തൂക്കിക്കൊല്ലാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അതിന് ചികിത്സ, ആ ചികിത്സയാണ് ഇപ്പോൾ ആവശ്യം. അത് മെന്റൽ ചികിത്സയല്ല, അതിന് ബാക്കിയുള്ള ചികിത്സകളുണ്ട്. അതിന് മെന്റൽ ആക്കി എടുക്കാൻ കുറെ പേര് ശ്രമിക്കും, അവർക്ക് മെന്റൽ ഒന്നുമില്ല, സ്വഭാവ വൈകൃതമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം 2 മണി തൊട്ട് നടക്കുന്ന ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളെ പലതവണ പലരെയും കൊണ്ടും കോംപ്രമൈസ് ചെയ്ത് ഈ പ്രശ്നം എങ്ങനെയും പരിഹരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്ന വഴി ഈ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മോശം സന്ദേശമായിരിക്കും. ഈ പ്രശ്നം കോംപ്രമൈസ് ആയി ഈ പ്രതി രക്ഷപ്പെട്ടാൽ, ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ഈ സംഭവം കാണുമ്പോൾ എന്റെ കയ്യിൽ തെളിവില്ല എനിക്ക് ഇത് കൊടുക്കാൻ. കാരണം തെളിവില്ലാത്തൊരു കാര്യത്തിൽ നമുക്ക് ബന്ധപ്പെടാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഈ ഇവരെ എല്ലാവരെയും ഓരോരുത്തരും അവരുടെ വീട്ടുകളിൽ നിന്ന് ബന്ധപ്പെട്ടിട്ട് ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യണം. 2 കുട്ടികളെ ഓർത്ത് 2 കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം. കുട്ടികളെ സംരക്ഷിക്കണം എന്നുള്ള നിലപാട് നമുക്ക് ഒരു കാരണവശാലും ഇല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കുറ്റവാളിയായ ഒരു സ്ത്രീ ഒരിക്കലും രക്ഷപ്പെടരുത്. നമുക്ക് എല്ലാവർക്കും അച്ഛനും അമ്മമാരും ഉണ്ട്. നാളെയും നമ്മുടെ സമൂഹത്തിൽ വാർത്ത ഉണ്ടാവുമ്പോൾ മാത്രം പ്രതികരിക്കാൻ പോകരുത്. ഈ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കർശന ശിക്ഷ ഭരണകൂടത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. സർക്കാരും സംവിധാനങ്ങളും കൃത്യസമയത്ത് തന്നെ ഇടപെട്ട് ഇതിന് വേണ്ട നടപടികൾ അവർ സ്വീകരിച്ചു. ഇന്നലെ ഇവരുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇവിടെ കുടുംബത്ത് വന്ന് പ്രഷർ ഉണ്ടായിട്ട് പോലും പോലീസ് കൃത്യമായി തന്നെ ഉന്നത അധികാരികൾ ഇടപെട്ടതിനാൽ FIR രജിസ്റ്റർ ചെയ്ത് ആണ് ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയതിനു ശേഷം ഈ ജെയ്സനെ നിരന്തരം ഇവരുടെ വീട്ടുകാരിൽ നിന്ന് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യണം. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ കുറ്റവാളി രക്ഷപ്പെട്ടാൽ ഈ സമൂഹത്തിനും ഇവരുടെ വിദ്യാർത്ഥികൾക്ക് പോലും കൊടുക്കുന്ന സന്ദേശം വളരെ മോശമായിരിക്കും. നമുക്ക്